പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കുറേയായി വീഡിയോ ഒന്നും ചെയ്യാതെ, അപ്പോൾ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. എന്തായാലും ശരി, ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇത്രയും സമയം നമ്മൾ കൂലി കിട്ടാത്തതിനെക്കുറിച്ച് ഇങ്ങനെ ഏത് വീഡിയോൻ്റെ അടിയിൽ പോയാലും എന്തുകൊണ്ട് കൂലി കിട്ടുന്നില്ല എന്ന് ആ ഒരു പ്രശ്നം ഏകദേശം പരിഹാരമായിട്ട് വരികയാണ്. എല്ലാവർക്കും കൂലി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കൂലി കുറച്ച് ബാക്കിയുള്ളത് ഇപ്പോൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ കൂലി വർധനവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ MGMNREGA മാറി VBG റാംജിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിന്നും മാറിയിട്ട് അതിന് ശേഷം മാത്രമേ കൂലി വർധനവുണ്ടാവൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് എന്തായാലും പിന്നെ അടുത്ത സാധാരണ നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് കൂലി വർധന ഉണ്ടാവാറ്. എന്തായാലും ഒരു ജൂൺ മാസം ആകുമ്പോഴേക്ക് കൂലി വർധന ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ NMMSൻ്റെ അപ്ഡേഷനാണ്. NMMSൻ്റെ അപ്ഡേഷൻ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ശരി, നമ്മളൊരു പുതിയ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ നമ്മളത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് ഇതാക്കുന്നത്. ഈ KYC ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഏകദേശം ഫോട്ടോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളൊരു പ്രശ്നം എന്ന് വിചാരിച്ചാൽ, നമ്മൾ മോർണിംഗിൽ ഫോട്ടോ എടുത്തു, ആഫ്റ്റർനൂൺ ആകുമ്പോൾ ഫോട്ടോ കിട്ടാത്തൊരു പ്രശ്നം പല ഏരിയയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് വരികയാണ്. എന്തായാലും ഇനി മുതൽ അതും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വീഡിയോ ആവശ്യമാണെങ്കിൽ ഞാൻ ചെയ്തതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ അതേപോലെ വളരെ ചൂട് കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ജോലിക്കാരൊക്കെ ശ്രദ്ധിക്കുക. സൂര്യാഘാതം ഏൽക്കാനൊക്കെ വളരെ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. 11 മണി മുതൽ 3 മണി വരെ റെസ്റ്റ് എടുക്കുകയും എന്നാൽ അതിനനുസരിച്ചുള്ള സമയം അപ്പുറത്ത് കൂട്ടിയെടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള ചൂടുള്ള ഏരിയയിലേക്ക് ആ സമയക്രമം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. പണിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ അഥവാ സമയം മാറ്റുന്നുണ്ടെങ്കിൽ 7 മണി മുതൽ ഒക്കെ, രാവിലെ 7 മണി മുതൽ അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ സമയം അറിയിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ വരുന്ന സമയത്ത് നമ്മളവിടെ ഇല്ലെങ്കിൽ അത് കുഴപ്പമാകും. അപ്പോൾ നമ്മുടെ സമയം നിർബന്ധമായിട്ട് അവിടെ അറിയിച്ചുകൊണ്ട് തന്നെ തുടങ്ങുക. അപ്പോൾ ഞാനിപ്പോൾ 2026-27 വർഷത്തിൽ പുതിയ വിവരങ്ങളെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തീർച്ചയായിട്ടും നമ്മുടെ പുതിയ വിവരങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് ഞാൻ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. പിന്നെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് നിങ്ങളെ അതിനെ കൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ മാത്രം വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം, അവസാനമായിട്ട് വന്നിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ NMMS അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, രാവിലെ ഫോട്ടോ എടുത്തിട്ട് ഉച്ചക്ക് കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ്, എങ്ങനെയാണ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഈ KYC ചെയ്യാത്ത, ഇപ്പം പണി തുടങ്ങാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ വർഷം നമുക്ക് 125 പണിയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലേ. അപ്പോൾ 125 പണി ഉണ്ടാകുന്നിടത്ത് തന്നെ കൂലി വർധനവും കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും തൊഴിലുറപ്പിനെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. അതെന്തായാലും നമ്മൾ പരമാവധി ഉപയോഗിക്കുക. പിന്നെ ഈ NMMS അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഫോട്ടോ എടുക്കാത്തോ, അപ്പോൾ കൂലി ചിലപ്പോൾ അങ്ങനെ ഒക്കെ ഒരു ടോക്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് രാവിലത്തെ ഫോട്ടോ മാത്രം കിട്ടി, ആഫ്റ്റർനൂൺ കിട്ടിയില്ലെങ്കിൽ പിന്നെ പകുതി പൈസ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും വ്യക്തമായിട്ടുള്ളൊരു അറിവും കിട്ടിയിട്ടില്ല നമുക്ക്. എന്തായാലും അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ കിട്ടിയാൽ ഉടനെ ഞാൻ നിങ്ങൾക്ക് വിവരമായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റുള്ള പണി തുടങ്ങാത്ത ഏരിയയിൽ, അപ്പോൾ അതുപോലെ തന്നെ എന്ത് വെച്ചാൽ ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ, ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും, PBG റാംജിയിലേക്ക് മാറും.
അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കുകളായിരിക്കും നമുക്ക് വരിക. അപ്പോൾ വിശദമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.